ഹായ് ഫ്രണ്ട്സ്. ഇപ്പോൾ നമ്മൾ തുടക്കം സിനിമയെക്കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഇതൊരു മികച്ച സിനിമയാകാനുള്ള എല്ലാ സാധ്യതയും ട്രെയിലറിനകത്തുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമ ഏറ്റവും വലിയൊരു വിജയമാകും. നമ്മൾ ഇതിനു മുമ്പ് തുടക്കം തുടരും എന്ന് പറഞ്ഞ സിനിമയ്ക്കാണ് നമ്മൾ ഇതിനു മുമ്പ് അത്രയും സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞത് അത്രയും വലിയ വിജയമാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ തുടക്കം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് നമ്മൾ അതുപോലെ തന്നെ പറഞ്ഞെങ്കിലും നമ്മൾ ആദ്യത്തെ ഷോയ്ക്കൊന്നും അല്ലെങ്കിൽ ആദ്യത്തെ ദിവസമൊന്നും സിനിമ കാണാൻ പോയില്ല. കാരണം മിക്സഡ് റെസ്പോൺസ് ഒക്കെയാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തിയേറ്ററിൽ പോയില്ല. ഞാൻ വിചാരിച്ചത് ഇനി ഓണത്തിലൊക്കെ കുറേ സിനിമകളൊക്കെ ഇറങ്ങുന്നതല്ലേ, ഇനി അതിനു വേണ്ടി പൈസ മുടക്കേണ്ടതാണ്, അപ്പോൾ ഇനി ഈ സിനിമ അങ്ങ് സ്കിപ്പ് ചെയ്യാം എന്നുള്ള രീതിയിൽ വിട്ട സിനിമയാണ്. എന്നാലും ലാലേട്ടൻ്റെ മകളുടെ പടമല്ലേ, ഒരു ആക്ഷൻ ഓറിയന്റഡ് പടമല്ലേ എന്നൊക്കെ പറഞ്ഞാണ് ഇന്നലെ രാത്രി 7 മണിക്ക് ഞാൻ ഷോ കാണാൻ വേണ്ടി കയറിയത്. ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ രീതിയിൽ നമ്മളെ ത്രില്ലടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ടൈപ്പ്, നമുക്ക് സിനിമ കണ്ട ബോറടിക്കാത്ത രീതിയിൽ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് ഒരു രക്ഷയില്ലാത്തൊരു സെക്കൻഡ് ഹാഫ് എന്ന് തന്നെ പറയേണ്ടി വരും. അത്ര നല്ല രീതിയിൽ സെക്കൻഡ് ഹാഫ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ആക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ കൂടുതലായിട്ട് സിനിമ തുടക്കം തൊട്ട് അവസാനം വരെ ആക്ഷൻ എന്നൊക്കെ പ്രതീക്ഷിച്ചൊന്നും പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നിരാശരായിട്ട് തിരിച്ചു വരേണ്ടി വരും. പക്ഷെ അങ്ങനെയുള്ള സിനിമയല്ല ഇത്. ആക്ഷൻ ഉണ്ട്. ആക്ഷൻ അവർ ബിൽഡ് ചെയ്ത് വില്ലനെ ബിൽഡ് ചെയ്യുന്നു. അത് അങ്ങനെ വരുന്ന സിനിമകൾ കാണാൻ തന്നെ ഒരു രസമാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് നായക വരിക, വില്ലനെ അടിച്ച് ചവിട്ടി കൂട്ടിയിടുക, അങ്ങനത്തെ, അല്ലെങ്കിൽ നായിക വരിക, വില്ലനെ ചവിട്ടി കൂട്ടിയിടുക, അങ്ങനെ ഒരു സെറ്റപ്പ് അല്ല ഇതിനകത്ത് ആദ്യ അവസാനം ക്ലൈമാക്സ് വരെയും വില്ലനെ ബിൽഡപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അവർ. ആ വില്ലൻ എന്ന് പറഞ്ഞാൽ ആന്റണി പെരുമ്പാവൂരിന്റെ മകൻ. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആന്റണി പെരുമ്പാവൂരിന്റെ മകന് ലക്കില്ലെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ലക്കില്ലെങ്കിലും ആന്റണി പെരുമ്പാവൂരിനെ പോലെയല്ല. ആന്റണി പെരുമ്പാവൂരിന്റെ മോന് കഴിവുണ്ട് എന്നുള്ള കാര്യം ആന്റണി പെരുമ്പാവൂരിന്റെ മകൻ ഈ സിനിമയിലൂടെ തെളിയിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ സിനിമ ആന്റണി പെരുമ്പാവൂരിന്റെ മകനും ഒരു മികച്ച തുടക്കമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കാരണം നല്ലൊരു വില്ലന്റെ കുറവ് മലയാള സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. ആ ഒരു കുറവിന് ഒരു നികത്താൻ പാകത്തിന് ഒരാൾ എത്തിയിട്ടുണ്ട് എന്ന് തോന്നൽ ഈ സിനിമ കണ്ടു തീരുമ്പോഴത്തേക്ക് എനിക്കുണ്ടായി. അവസാനം ഈ സിനിമയുടെ ക്ലൈമാക്സ് വരെയും നല്ല രീതിയിൽ ത്രില്ലടിച്ച് കണ്ട സിനിമ എന്ന് തന്നെ പറയേണ്ടി വരും. അത്ര നല്ല സിനിമ. നിങ്ങൾ ഒരു കുടുംബ പ്രേക്ഷകരാണെങ്കിൽ ഈ സിനിമ ഒരിക്കലും തിയേറ്ററിൽ പോയി മിസ് ചെയ്ത് നിങ്ങൾ ഈ റിവ്യൂ ഒന്നും കേട്ടിട്ട്, ഈ ചവർ റിവ്യൂ ഒന്നും കേട്ടിട്ട് ഇവൻ്റെ അശ്വന്ത് കോക്ക് പറഞ്ഞ് ഇടത്തരം തുറക്കുന്നല്ല. ഇതൊരു നല്ല സിനിമ, മികച്ച സിനിമ എന്ന് തന്നെ പറയേണ്ടി വരും. അത്ര ഒരിക്കലും പിന്നെ തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കി ഇത് കഴിഞ്ഞാൽ പല തെറ്റുകുറ്റങ്ങളും വരും. അവൾ ചവിട്ടുമ്പം എങ്ങനെ ഡോറിൽ ഒരാളുടെ ഷേപ്പിൽ അവൻ പോകും, അല്ലെങ്കിൽ ഡോർ പൊട്ടിത്തെറിച്ച് പോയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ഒരാളുടെ ഷേപ്പിൽ എങ്ങനെ പോകും, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, അങ്ങനെയൊക്കെയുള്ള ലോജിക്ക് പ്രശ്നങ്ങളൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വില്ലൻ ക്ലൈമാക്സിൽ അവൾ അടിച്ചിട്ട് കഴിയുമ്പോഴത്തേക്കും വെയിറ്റ് ചെയ്തിരിക്കുമോ അവൾ എണീറ്റ് വരാൻ എന്നൊക്കെ പറഞ്ഞ് നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള മിസ്റ്റേക്കുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതല്ലാതെ ഈ സിനിമയ്ക്കകത്ത് വേറെ ഒരു മിസ്റ്റേക്കും ജൂഡ് ആൻ്റണി നല്ല രീതിയിൽ തന്നെ ഒരു പുതിയ കഥയൊന്നും വലിയ പുതുമയുള്ള കഥയൊന്നുമില്ല, പക്ഷെ അതിൻ്റെ മേക്കിംഗ് കൊണ്ട് അതിനെ പിടിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ ജൂഡ് ആൻ്റണി മേക്ക് ചെയ്തിട്ടുണ്ട്. ഒരിക്കലും ഒരു കുടുംബ പ്രേക്ഷകരാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ കുടുംബ സിനിമകൾ കാണാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫാമിലി ഇമോഷണൽ ആക്ഷൻ സിനിമകളൊക്കെ കാണാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ സിനിമ തിയേറ്ററിൽ മിസ് ചെയ്യരുത്. ഇത് 100 കോടി മിനിമം ടച്ച് ചെയ്യേണ്ട സിനിമയാണ്. കാരണം അത്രയും കണ്ടവരാരും ഇതിന് നെഗറ്റീവ് പറയാൻ പറ്റൂല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ സിനിമ കണ്ടിട്ട് ആർക്കും സിനിമ കൊള്ളൂല, ഈ എന്ത് പ്രകടനം, എന്ത് സിനിമ, എന്ത് സംവിധാനം എന്നൊന്നും പറയാൻ തോന്നില്ല. എല്ലായിടത്തും മികവ് പുലർത്തുന്ന ഒരു സിനിമ തന്നെയാണ്. ഞാൻ ഇത്രയും എക്സൈറ്റഡ് ആയിട്ട് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞത് ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞ സിനിമയ്ക്കാണ്. അത്രയും, പക്ഷെ ബ്ലാസ്റ്റിൻ്റെ അത്രയും ആദ്യ അവസാനം നമ്മൾ ആക്ഷൻ മുൾമുനയിൽ നിർത്തുന്ന ഒരു സിനിമയല്ല ഇത് ഇന്റർവെല്ല് വരെയും അല്ലെങ്കിൽ ഫസ്റ്റ് ഹാഫ് വരെയും നമ്മളെ ത്രില്ലടിപ്പിക്കുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ടൈപ്പിൽ പോയിട്ട്, ഫാമിലി ഇൻവെസ്റ്റിഗേഷൻ ടൈപ്പിൽ പോയിട്ട്, പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് ആക്ഷനിലോട്ടൊക്കെ പയ്യെ കയറി വരുള്ളൂ. അതൊക്കെ വരുന്നതിന് ഒരു രീതിയുണ്ട്, അല്ലാതെ വന്നുടനെ അടി ഇടി അങ്ങനെയൊന്നുമല്ല. ഇതിനെ വില്ലനെ ബിൽഡപ്പ് ചെയ്യണം. ആ ഒരു വില്ലനെ ബിൽഡപ്പ് ചെയ്യുന്ന ഒരു മലയാള സിനിമ, അത് കാണാൻ വേണ്ടി ഞാൻ കൊതിച്ചിരിക്കുകയായിരുന്നു. ആ ഒരു സംഭവം എനിക്ക് ഇന്നലെ കിട്ടി. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉറപ്പായിട്ടും ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഒരുത്തൻ്റെയും റിവ്യൂ കേട്ടിട്ട് ഇതൊരു ആവറേജ് സിനിമയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇതൊരു ആവറേജ് സിനിമയല്ല. പിന്നെ എനിക്ക് ഇതിനകത്ത് തോന്നിയ ചെറിയ നെഗറ്റീവ്സ് ഞാൻ പറയാം. ലാലേട്ടൻ്റെ റോള്, ലാലേട്ടനെ കുറച്ചും കൂടെ നന്നായിട്ട് ഉപയോഗിക്കാമായിരുന്നു, അല്ലെങ്കിൽ ലാലേട്ടനെ ഇതിൽ നിന്ന് വിട്ട് മാറ്റിക്കാമായിരുന്നു. കാരണം ലാലേട്ടന് വേണ്ടി ചെയ്യാൻ വേണ്ടി ഒരു 2-3 സീനുകൾ ലാലേട്ടൻ ചെയ്യിപ്പിച്ചതുപോലെ തോന്നിയിട്ടുണ്ട്. കാരണം അത് ഞാൻ ഉറപ്പിച്ച് പറയാം, ലാലേട്ടൻ്റെ ആ ഒരു ഫസ്റ്റ് ലാലേട്ടനെ കാണിക്കുമ്പോൾ ഒരു അപ്പിയറൻസ് ഒന്നും ശരിയായില്ല, തൊപ്പിയൊക്കെ വെച്ചിട്ടുള്ള അത് വേണ്ടായിരുന്നു. അല്ലെങ്കിൽ ലാലേട്ടൻ്റെ ഡയലോഗ്സിലൊക്കെ ഒരു നാടകീയത ഫീൽ ചെയ്തിരുന്നു. പക്ഷെ അതൊന്നും ഈ സിനിമ കാണാതിരിക്കാനുള്ള ഒരു കാരണമല്ല. അതൊക്കെ ഒരു 4-5 മിനിറ്റത്തെ കാര്യമുള്ളൂ. അത് കട്ട് ചെയ്ത് കളഞ്ഞിരുന്നെങ്കിലോ, അല്ലെങ്കിൽ നമുക്ക് തിയേറ്ററിനകത്ത് ലാലേട്ടൻ ഒന്ന് കാണാം എന്ന് പറഞ്ഞ് കണ്ടിട്ട് ഓക്കെ അങ്ങനെ വിചാരിച്ച് കളയാന്നുള്ള കാര്യമുള്ളൂ. അതൊന്നും ഒരു നെഗറ്റീവ് അല്ല. അശ്വന്ത് കോക്ക് പറയുന്നത് പോലെ ലാലേട്ടൻ വേണ്ടി താളം തെറ്റിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല. 5 മിനിറ്റ് നമുക്ക് വേണമെങ്കിൽ മറന്ന് കളയാം, അത്രേ ഉള്ളൂ. പക്ഷെ സിനിമ നിങ്ങൾ ഒരു കാരണവശാലും തിയേറ്ററിൽ നിന്ന് മിസ് ചെയ്യരുത്. തിയേറ്ററിൽ തന്നെ നിങ്ങൾ കാണുന്ന ഓരോ പെൺമക്കളും ഈ സിനിമ തിയേറ്ററിൽ നിന്ന് തന്നെ കാണണം. ഒറ്റ ഡയലോഗ് പറയാം, നീയൊക്കെ ഇത്രയേ ഉള്ളടാ എന്നുള്ള അവസാന ഡയലോഗുണ്ട്.
ആ ഡയലോഗിൽ തിയേറ്ററിൽ കയ്യടി നേടിയിരിക്കും. ഇപ്പോഴും ഇന്നലെ ഞാൻ വർക്കിംഗ് ഡേ ആണ്, തിങ്കളാഴ്ച വർക്കിംഗ് ഡേ ആണ് പോയി കണ്ടത്. എന്നിട്ട് ഞാൻ അവിടെ പോയാണ് ടിക്കറ്റ് എടുത്തത്. കാരണം ഞാൻ നോക്കിയ ബുക്ക് ബൈ ഷോ ഒരു 7 മണിക്കുള്ള ഷോയ്ക്കൊന്നും ഒരു പകുതി പോലും ബുക്കിംഗ് ആയിട്ടില്ല. അപ്പം എനിക്ക് ബാക്കിലോട്ടുള്ള സീറ്റ് തന്നെ കിട്ടുകയും ചെയ്തു, ഞാൻ ചോദിച്ച സീറ്റ് തന്നെ കിട്ടുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ പോയാണ് ടിക്കറ്റ് എടുത്തത്. ഇങ്ങനൊരു സിനിമയ്ക്ക് അങ്ങനത്തെ അവസ്ഥ ഉണ്ടാക്കരുത്. കാരണം നിങ്ങൾ ഇടിച്ച് കയറി ഈ സിനിമ തിയേറ്ററിൽ പോയി കാണേണ്ട സിനിമ തന്നെയാണ്. ഓണത്തിന് ശരിയാണ് നിങ്ങൾക്ക് വേറെ സിനിമകൾ വരുന്നുണ്ട്, പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇതിനപ്പുറം ഒരു നല്ല സിനിമ ഈ ഓണത്തിൽ ഇറങ്ങുന്ന സിനിമകളിൽ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെങ്കിൽ അത് നിവിൻ പോളിയുടെ ബെത്ലഹേം കുടുംബ യൂണിറ്റ് തന്നെയാണ്. അതായത് വേറെ ഒന്നും ഇതിന് മുകളിൽ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ഉറപ്പായിട്ട് ഒരു ഫാമിലി ആയിട്ട് നിങ്ങളൊരു സിനിമ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് വിളിച്ചുകൊണ്ട് പോയി തുടക്കം എന്ന് പറഞ്ഞ സിനിമ കാണിച്ചു കൊടുക്കുക. പെൺമക്കളുണ്ടെങ്കിൽ പെൺമക്കളെയും കൊണ്ട് ഉറപ്പായിട്ടും ഇതുപോലുള്ള സിനിമകൾ കാണാൻ പോവുക. നിങ്ങൾ മാർഷ്യൽ ആർട്സിൻ്റെ ഗുണം എന്താണെന്ന് നിങ്ങൾ പഠിക്കുക. നമ്മളെ വീട്ടിൽ ഒരുത്തൻ അതിക്രമിച്ച് കയറി കഴിഞ്ഞാൽ അവനെ അടിച്ചിടാൻ പാകത്തിനുള്ളൊരു പെണ്ണ് അല്ലെങ്കിൽ ഒരു കുട്ടി നമ്മുടെ വീട്ടിൽ വേണം. അതുകൊണ്ട് എല്ലാ വീട്ടിലുള്ള കുട്ടികളും അല്ലെങ്കിൽ ഒരു കുട്ടിയെങ്കിലും നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ കുട്ടികളാണ് നിങ്ങൾ മാർഷ്യൽ ആർട്സ് അങ്ങനെയുള്ള സ്വയരക്ഷയ്ക്ക് അവർക്ക് ഉതകുന്ന രീതിയിലുള്ള മാർഷ്യൽ ആർട്സ് അവരെ അഭ്യസിപ്പിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളത് ഈ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. എന്തായാലും ഞാൻ അത്രയും എക്സൈറ്റഡ് ആയിരുന്നു. ഇന്നലെ രാത്രി എനിക്ക് ഈ രാത്രി ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ ഇതിനേക്കാളും നല്ല രീതിയിൽ പറയുമായിരുന്നു. കാരണം എനിക്ക് അത്രത്തോളം ഞാൻ ചില സിനിമ കണ്ടു ചേരുമ്പോൾ എനിക്ക് ഇങ്ങോട്ട് വരുമ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് സിനിമയാണ്, സൂപ്പർ സിനിമയാണ് ഞാൻ സ്വന്തമായിട്ട് പറഞ്ഞു വരും. ആ രീതിയിലുള്ളൊരു സിനിമയായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന് 10ന് 9.5 മാർക്കും കൊടുക്കും. കാരണം അത്ര മികച്ച സിനിമയാണ്. നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ കാണുക. ഓക്കെ, നന്ദി, നമസ്കാരം.